നിങ്ങൾ നിങ്ങളെ നോക്കിയാൽ നിങ്ങൾ നിങ്ങളെ നോക്കി കുറ്റം പറയത്തില്ല. നിങ്ങൾ നിങ്ങളെ നോക്കി സന്തോഷിക്കാൻ തുടങ്ങും. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങും. നിങ്ങൾ നിങ്ങളെ നോക്കി നല്ലതെന്ന് പറയാൻ പറ്റും. ആമേൻ. എക്സാമ്പിൾ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നിങ്ങൾ മുഴുവനും പഠിച്ചു നോക്കി. എടുക്കണ്ട, നിങ്ങൾ പഠിച്ചു നോക്കുക. ദൈവം ചെയ്ത സകല പ്രവൃത്തികളെയും നോക്കിയിട്ട് ദൈവം തന്നെ പറഞ്ഞു നല്ലത്. ഒരിടത്ത് പോലും അത് മാറ്റി പണിയേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. എന്നാൽ നിങ്ങൾ ഒരു കാര്യം, ഒരു ചിത്രം വരയ്ക്കുമ്പോൾ, ഒരു പ്രതിമ ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ, നിങ്ങൾ ഒരു പാട്ട് പാടുമ്പോൾ നിങ്ങൾ തന്നെ അതിനെ നെഗറ്റീവായിട്ട് വിലയിരുത്താറുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ലോകത്തിന്റെ വ്യവസ്ഥയിൽ കൂടി നിങ്ങൾ നിങ്ങളെ നോക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ ആരാധന കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിനകത്ത് പതിയേണ്ട ഒരു പദമുണ്ട്: ഞാൻ ലോകത്തിലല്ല, ഞാൻ ദൈവത്തിൻ്റെതാണ്. ഹല്ലേലൂയ. വേദപുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നു, ആമേൻ, we are the children of the Lord. നാം ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ഈ ലോകത്തിൽ ദൈവം സൃഷ്ടിച്ച ഓരോ സൃഷ്ടികളിലും ദൈവം നമുക്ക് ഓരോ പൊസിഷൻ തന്നിട്ടുണ്ട്. ദൈവം ആദ്യം സൃഷ്ടിച്ച, ദൈവം തന്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചെന്ന ബൈബിൾ പഠിപ്പിക്കുന്നു. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഒരു പൊസിഷൻ ദൈവം തന്നിട്ടുണ്ട്. ആ പൊസിഷനാണ് യേശു കർത്താവിന്റെ ആദ്യത്തെ ഗിരിപ്രഭാഷണ വേളയിൽ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് യേശുക്രിസ്തുവിന്റെ മുൻപിൽ വന്നിരുന്ന ജനക്കൂട്ടത്തോട് യേശു പറഞ്ഞു, we are the salt of the earth. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നിങ്ങൾ എന്റെ ഉടമ്പടിയാകുന്നു. ഈ ഭൂമിയിൽ നിങ്ങൾ എന്റെ നിയമമാകുന്നു. ഈ ഭൂമിയിൽ നിങ്ങൾ അനുഗ്രഹമാകുന്നു. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ നാവ് കൊണ്ട് പറയരുത് നിങ്ങളൊരു ശപിക്കപ്പെട്ട ജന്മമാണെന്ന്. നിങ്ങളുടെ നാവ് കൊണ്ട് ഒരിക്കലും പറയരുത് നിങ്ങളൊരു നഷ്ടപ്പെട്ടു പോയ ജന്മമാണ് എന്ന്. നിങ്ങളുടെ നാവ് കൊണ്ട് ഒരിക്കലും നിങ്ങൾ പറയരുത് നിങ്ങൾ, ആമേൻ, എന്താ പറയേണ്ടത്, ഒരു ദുരിതം പിടിച്ച ജന്മമാണ്. ഇങ്ങനെയൊന്നും നിങ്ങളുടെ നാവ് കൊണ്ട് പറയരുത്. കാരണം ഈ ഭൂമിയിൽ ദൈവം നിന്നെ ആക്കി വച്ചിരിക്കുന്നത് ഒരു അനുഗ്രഹമായിട്ടാണ്. You are the salt of the earth. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. എലീശയുടെ കാലഘട്ടത്തില് ആമേൻ ഗർഭനാശം നിലനിന്നിരുന്ന, ആമേൻ, വന്ധ്യത നിലനിന്നിരുന്ന ഒരു ദേശത്തെ ശുദ്ധീകരിപ്പാൻ അവിടെ എലീശ ഉപയോഗിച്ചത് ഉപ്പിനെയാണ്. ആമേൻ, ഉപ്പിനെയാണ്. ഉപ്പ് ഒരു താരത്തിലെ വെള്ളത്തിലിട്ടിട്ട് ആ ഉപ്പ് അവിടെ തളിച്ചപ്പോൾ ആ സ്ഥലം ശുദ്ധീകരിക്കപ്പെട്ടു. അവിടുത്തെ വന്ധ്യത മാറി, അവിടുത്തെ ഗർഭനാശം മാറി, തലമുറയ്ക്കെതിരെ നിന്ന വെല്ലുവിളികൾ മാറി. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഈ ഭൂമി